കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമാലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ. ഇതൊരു ചെറിയ വിശ്വാസമല്ല. 75-ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേട്ടിട്ട് വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചൊരു മനുഷ്യൻ, വാഗ്ദത്ത ദേശത്തെത്തിയ മനുഷ്യൻ, ദൈവപ്രവൃത്തി അനുഭവിച്ച മനുഷ്യൻ, യുദ്ധവിജയങ്ങൾ നേടിയ മനുഷ്യൻ, സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു വെളിപ്പാട് പ്രാപിക്കുകയാണ്. ദൈവം അഭക്തനെ നീതീകരിക്കുന്ന ദൈവമാണ്. ഇന്ന് വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, സഭായോഗങ്ങളിലിരിക്കുമ്പോൾ, ദൈവദാസന്മാർ, കർത്താവിൻ്റെ അഭിഷിക്തന്മാർ വചനം പൊരുളുതിരിച്ചു തരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്കുണ്ടെന്ന് നോക്കിക്കേ. ഈ അധ്യായത്തിൽ തന്നെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതുകൊണ്ട് ദൈവം അതവന് നീതിയായി കണക്കിട്ടു. എന്നിട്ട് പറയുന്നു, അവന് കണക്കിട്ടെന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, എന്നെ നിങ്ങളെയും വിചാരിച്ചു കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും ഈ നീതി കണക്കിടും. അപ്പോൾ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നും ഉയർത്തത് എനിക്ക് വേണ്ടിയാണെന്നും അവനെ ഉയർപ്പിച്ച പിതാവായ ദൈവത്തെ ഞാൻ അറിയുന്നു എന്നുള്ളത് സത്യം എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വന്നു? ബുദ്ധിയിലല്ല, ഞാൻ ഹൃദയത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു? വചന ശുശ്രൂഷയിലെ വെളിപ്പാടിലൂടെയാണ്. വചനം പൊരുളുതിരിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ വെളിച്ചത്തിലൂടെയാണ് എനിക്ക് അബ്രഹാമിൻ്റെ വിശ്വാസം കിട്ടിയത്. നിന്റെ സന്തതി ഇവണ്ണമാകും. ആകാശത്തേക്ക് നോക്കുക. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കൂടാരത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ദൈവം പറയുന്ന, അബ്രഹാമേ, നീ ആകാശത്തേക്ക് നോക്കുക, നിന്റെ സന്തതി ഇവണ്ണമാകും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാമെ അതെങ്ങനെ വിശ്വസിച്ചു? അതൊരു തല കൊണ്ടുള്ള വിശ്വാസമല്ല. ആ വിശ്വാസമേ ഒരു ദൈവപ്രവൃത്തിയാണ്. ദൈവത്തെ കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടതിനപ്പുറത്ത് കേട്ടതിനപ്പുറത്തൊരു ദൈവം. അങ്ങനെ അബ്രഹാം വിശ്വസിച്ചത്. നിന്റെ സന്തതി, ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 80-85 വയസ്സൊക്കെ ഉണ്ട്. 99 വയസ്സായപ്പോൾ കർത്താവിൻ്റെ വർത്താനം കേട്ടോണം, നീ ബഹുജാതികൾക്ക് പിതാവാകും. അബ്രഹാമിന് വേണേൽ പറയാം, നീ എനിക്കൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞു. അന്ന് എനിക്കിത്തിരി ആരോഗ്യമുണ്ട്. സാറ കോംപ്രമൈസ് ചെയ്തു, ഹാഗാറിനെ കെട്ടി, ഒരു കൊച്ചുണ്ടായി. അതിനുശേഷം ഞാനും സാറയെ ഇതുവരെ ഒന്ന് ചിരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാര്യം ഞങ്ങൾ ചിരിച്ചിട്ടില്ലെങ്കിലും സന്തതി തന്നെന്നുള്ള നേരാണ്, സ്തോത്രം. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് 99-ാമത്തെ വയസ്സ് ദൈവം പറയുന്നത്, നിന്റെ ഭാര്യ സാറ നിനക്കൊരു കുഞ്ഞിനെ തരും. അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചെന്നാ. ഫേസ് ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ തല താഴ്ത്തോട്ടിരിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞ് ഞാൻ ചിരിക്കുന്ന ദൈവം കാണത്തില്ലെന്ന്. ദൈവം പറഞ്ഞ് ദൈവത്തിന് അബ്രഹാം സ്നേഹിതനെ പറയാം. ദൈവം പറഞ്ഞു, കൊച്ചിൻ്റെ പേര് ലാഫ്റ്റർ, ചിരിന്നിട്ടോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി, കിടുങ്ങിപ്പോയി. ഇന്ന് സഭായോഗത്തിൽ ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ തൊടും. വചന വെളിപ്പാട് വന്നങ്ങ് കുത്തും. പത്രോസ് പ്രസംഗിച്ചപ്പോൾ കുത്തുകൊണ്ടു എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ കുത്തുകൊണ്ട് 3000 പേർ സ്നാനപ്പെട്ടു. അവർ സഭയിലേക്ക് ചേർന്നു, അനുഗ്രഹിക്കപ്പെട്ടവരായി. ഈ അനുഗ്രഹം വരുന്നത് വചന വെളിപ്പാടിലൂടെയാണ്. അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തി സ്തുതിച്ചു, ആരാധിച്ചു. ഹല്ലേലൂയ. അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് ദൈവം അതവന് നീതിയായി കണക്കിട്ടു. സാറയുടെ കാര്യം നോക്കിക്കേ, ഇത് തന്നെ സംഭവിച്ചു. വചന വെളിപ്പാടിലൂടെ തന്നെയാണ്. വീട്ടിൽ ദൂതന്മാർ വന്നു,
അവർക്ക് ഭക്ഷണം വിളമ്പുന്നു. സാറ അവരുടെ മുഖം കണ്ടില്ല, അവർ സാറയുടെ മുഖം കണ്ടില്ല. കൂടാരവാതിലിൻ്റെ പുറകെ നിൽക്കുകയാണ് സാറ. അടുത്ത വർഷം ഞാൻ ഈ സമയമാകുമ്പോൾ നിൻ്റെ അടുക്ക് വരും. അപ്പോൾ നിൻ്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും. സാറ അകത്ത് നിന്ന് ചിരിച്ച് പുറത്തിരുന്ന മരച്ചോട്ടിരുന്ന ദൂതൻ അബ്രഹാമിനോട് ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്തിന്? സാറ പേടിച്ചു പോയി. ഇല്ല, ഞാൻ ചിരിച്ചില്ല. ഇല്ല, നീ ചിരിച്ചു. തീർന്നു. അതോടുകൂടെ സാറയുടെ അവിശ്വാസം വിശ്വാസമായി മാറി. അതുകൊണ്ട് ഹെബ്രായ ലേഖനം എഴുതി വെച്ചിരിക്കുന്നു, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നുകയാൽ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. നാം അവിശ്വസ്തരാണെങ്കിലും വിളിച്ചവനോട് വിശ്വസ്തത കാണിക്കുന്നൊരു ദൈവമുണ്ട്. വീണ്ടും ഞാൻ പറയുന്നത് ബുദ്ധിയിലുള്ളൊരു വിശ്വാസമല്ല. എന്തിനാത് പറയുന്നത്? കണക്കൂട്ടലോ ആലോചന കൊണ്ട് നേടുന്നതല്ല. വചന വെളിപ്പാടിലൂടെ ഒരു മനുഷ്യൻ പ്രാപിക്കുന്ന വിശ്വാസമുണ്ട്. ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. വരട്ടെന്നേ, ശത്രുക്കൾ വരട്ടെ, എതിർക്കുന്നവർ എതിർക്കട്ടെ, വാദിക്കുന്നവർ വാദിക്കട്ടെ, ഒതുക്കിക്കളയുമെന്ന് പറയുന്നവർ ശ്രമിക്കട്ടെ, പക്ഷേ അവർ ജയിക്കുകയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. ഇതാണ് ഒരുവന്റെ വിശ്വാസം. ദൈവത്തെ വിശ്വസിക്കുന്ന നീ ചെറിയവനല്ല, വലിയവനേക്കാളും വലിയവനാണ്. ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. കാരണം നിന്നെ അപ്ഹോൾഡ് ചെയ്യുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. നിന്റെ ഗ്യാരണ്ടി സ്വർഗത്തിൻ്റെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ 2000 വർഷമായി സഭയെ പുലർത്തിയവൻ, വിശ്വാസികളെ നടത്തിയവൻ, അഭിഷിക്തന്മാരെ നയിച്ചവൻ, എല്ലാം കണ്ടവൻ, അറിഞ്ഞവൻ, എല്ലാം നിർണയിച്ച പോലെ നടത്തുന്നവൻ, അവനാണ് ഈ തലമുറയിൽ നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ വിശ്വാസം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. ഭയപ്പെടരുത്, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നീ ചിരിക്കും. ദൈവം നിനക്ക് സ്പിരിറ്റ് ഓഫ് ലാഫ്റ്റർ തരും. എഴുന്നേൽക്കുക, പണിയുക, ദൈവവേല ചെയ്യുക. നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തുണ നൽകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരട്ടെ. വിശ്വാസത്താൽ വൻ കാര്യങ്ങളെ ചെയ്യുന്നവരായി മാറട്ടെ. ആമേൻ.